ഫ്രണ്ട്സ്, അപ്പോൾ എട്ടേർക്കലിൻ്റെ ഭാഗമായി അവസാനം നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് തിരിച്ചെത്തിയതിന് ശേഷം അവിടെ കുറച്ച് അമ്പലങ്ങളും കൂടി ഒന്ന് കവർ ചെയ്യാണ്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആഴിമലയിലോട്ടാണ് പോകുന്നത്, ആഴിമല ശിവൻ്റെ ടെമ്പിളിലോട്ട്. അവിടെ മുന്നൊരിക്കൽ പോയി, പക്ഷേ ശിവരാത്രിയുടെ അന്ന് പോയി ഉള്ളിൽ കയറി തൊഴാൻ കഴിഞ്ഞില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആഴിമല പോവാണ്. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോകണം. തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്, അപ്പോൾ ആദ്യക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും പോവാം എന്നൊക്കെ കണക്കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അഴിമല പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ബീച്ചാണ് അവിടെ. നല്ല വൃത്തിയുള്ള നല്ലൊരു, നമുക്കവിടെ ചെന്നാൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവാണ്. ആദ്യം നമ്മൾ ടെമ്പിളിൽ പോയി തൊഴാനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അഴിമലയിലൊരു കേവ് ഉണ്ട്, അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടേക്ക് സെപ്പറേറ്റ് ടോക്കൺ എടുത്തിട്ട് നമുക്ക് കേവ് പോയി കാണാം. അവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്, ഒരു നല്ലൊരു ഫീലാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഒരുപാട് ശിവൻ്റെ പലതരം സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരിക്കും. അങ്ങോട്ട് ഫോൺ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ അവിടുന്ന് അതിന് ശേഷമാണ് നമ്മൾ ശിവൻ്റെ ഈ വലിയ സ്റ്റാച്യു നമ്മൾ കാണുന്നത്. ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കലും ഡാൻസൊന്നും നടന്നില്ല. പക്ഷേ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് അടുത്ത ശിവൻ പാർവതിയുള്ള ടെമ്പിൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിച്ച് നമുക്ക് വഴിപാടൊക്കെ ചെയ്യാം, പ്രസാദമൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ് അവിടെ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബീച്ചിലോട്ട്, ആ സൈഡിലൂടെ തന്നെയാണ് താഴോട്ട് ഇറങ്ങുന്നത്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ച് അതൊക്കെ കഴിഞ്ഞ് താഴെ ബീച്ചിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ആദ്യം അനിയനും ദേവേട്ടനും അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ മുകളിൽ തന്നെ ഇരുന്നു, ടെമ്പിളിൻ്റെ അവിടെ തന്നെ ഇരുന്നു, താഴത്തേക്ക് വന്നില്ല. ഞങ്ങൾ താഴെ ഇറങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, നല്ല ഹാപ്പിയായി. കാരണം ഈ ടൈമിൽ എനിക്ക് ബീച്ചിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് നല്ല അടിച്ചു പൊളിച്ച് നല്ല വൈബായിരുന്നു. ഫുട്ബോളായിട്ട് വന്ന കുട്ടിയാ പാവം. ഞങ്ങളെല്ലാവരും നല്ല നനഞ്ഞ് കുളിച്ചിട്ടാണ് വെള്ളം തിരമാല വന്ന് അടിച്ച് അത് നനഞ്ഞു, വേറെ നനഞ്ഞു. നമ്മളങ്ങനെ നനയാനുള്ളൊരു പ്ലാനിലൊന്നല്ല പോയത്, പക്ഷേ ചെന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ നല്ല അവിടെ കളിച്ച് ആർമാദിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ബീച്ചിൽ വൈബ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ആദ്യം ഓൾസോ വെരി ഹാപ്പി. അടുത്ത ദിവസം വൈകുന്നേരം ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ്, ചെങ്കൽ ശിവപാർവതി ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്, മുന്നേ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയും അതുപോലെ ദേവേട്ടൻ്റെ അമ്മയൊന്നും അവിടെ പോയി തൊഴുതിട്ടില്ല, ഇതുവരെ പോയില്ല. അപ്പോൾ നമുക്ക് അവിടെ അവരെ കൂട്ടി പോവുകയും ചെയ്യാം, ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാൻ മുന്നേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള അമ്പലമാണ് ഇവിടെ. പിന്നെ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ആഴിമല ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷണൽ ഒരു സെറ്റപ്പ് അല്ല അവിടെ വരുന്നത്. പക്ഷേ ചെങ്കൽ അങ്ങനെയല്ല, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ശിവൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്.
പിന്നെ നല്ല വലിയ അമ്പലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ വന്നാൽ തന്നെ നമുക്ക് അത്ര ഒരു തിക്കും തിരക്കൊന്നും അനുഭവപ്പെടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു. അവിടെയും ഇതുപോലെ തന്നെ ഈ ശിവലിംഗത്തിനകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചക്രാസമൊക്കെ കാണാനുണ്ട്. അപ്പോൾ അവിടെ പോയി അച്ഛനെയൊക്കെ കൂട്ടിപ്പോയി അവർക്കൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അവരും നല്ല ഹാപ്പിയായി പ്രാർത്ഥിച്ചു, വഴിപാടുകളൊക്കെ ചെയ്തു. ശിവനും പാർവതിക്കും പുറമേ നമുക്കവിടെ നവഗ്രഹങ്ങളും അതുപോലെ ഗണപതിയുടെ പ്രതിഷ്ഠയും എല്ലാം ഉണ്ട്. അതുപോലെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ ശിവലിംഗത്തിനകത്ത് പോയി അതിനുള്ളിലും പോയി പ്രാർത്ഥിച്ച് അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ് നമ്മളവിടെ പോയത്. അപ്പോൾ ദേവേട്ടൻ്റെ കുറേ ഫാൻസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവേട്ടനെ കണ്ടു, കുറേ സന്തോഷമൊക്കെ അറിയിച്ചു. പിന്നെ ഞങ്ങൾ പത്മനാഭസ്വാമി ടെമ്പിളിലും പോയിരുന്നു, പഴവങ്ങാടിയും പോയി. പക്ഷെ അവിടെ പോയി വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇട്ടർക്കൽ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വളകാപ്പിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.